കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുണ്ടോർച്ചിക്കടവ് തടയണ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 3,70,00,000 രൂപ അനുവദിച്ച് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിസഭ മുഴുവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന നവകേരള സദസ്സിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധ പരാതികളും അപേക്ഷകളും കണക്കിലെടുത്ത് കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും മുൻഗണനാ രീതിയിൽ എടുക്കേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന് ലഭിച്ച 7 കോടി രൂപയിൽ 3,70,00,000 രൂപ ഈ തടയണയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത് സഹായകമാകും എന്നാണ് വിലയിരുത്തൽ. 2 പഞ്ചായത്തുകളിലുമുള്ള ഏക്കറുകളോളം വരുന്ന കൃഷിയിടങ്ങൾക്കും ഈ പദ്ധതി ഏറെ സഹായകരമാകും. അധികം വൈകാതെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്തോടെയും കരുതലോടെയും കേരളത്തിലെ LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായിരുന്നു നവകേരള സദസ്സ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയ നവകേരള സദസ്സ് നമ്മുടെ നാടിൻ്റെ ഹൃദയവികാരങ്ങളെ അറിയാനും കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമായിരുന്നു. അവഗണന ബോധ്യപ്പെടുത്തുന്ന കൂട്ടത്തിൽ തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ആവലാതികൾ, പരാതികളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും സർക്കാർ ഒരുക്കുകയുണ്ടായി. അങ്ങനെ ലഭിച്ച പരാതികളിൽ, അപേക്ഷകളിൽ വളരെ ശ്രദ്ധയോടുകൂടി അവ കൈകാര്യം ചെയ്യുകയും ന്യായമായ ആവശ്യങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിലായി കോടിക്കണക്കിന് കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് പദ്ധതികളായി അംഗീകരിക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് മുണ്ടോർച്ചിക്കടവ് തടയണ എന്നത് യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭരണാനുമതി ലഭിച്ചു എന്നുള്ള കാര്യം. മുണ്ടോർച്ചിക്കടവ് തടയണ ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിലയിലുള്ള ഒരു തടയണയാകും. 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി നല്ല നിലയിൽ ഒരു പ്രയാസവുമില്ലാതെ, ദൗർലഭ്യമില്ലാതെ കർഷകർക്ക് നടത്താൻ കഴിയുന്ന സൗകര്യമുണ്ടാകും. നാടിനെ സംബന്ധിച്ച് സുദീർഘമായ കാലത്തെ ഒരു സ്വപ്നമാണ് മുണ്ടോർച്ചിക്കടവ് തടയണ എന്നത്. നേരത്തെയും ഇതിനാവശ്യമായിട്ടുള്ള നല്ല മുൻകൈയും ഇടപെടലും പരിശ്രമവും എല്ലാം നടത്തി. ജനസേചന വകുപ്പെല്ലാം അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ട നവകേരള സദസ്സിന്റെ ഭാഗമായ 7 കോടി രൂപയിൽ ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയായി മുണ്ടോർച്ചിക്കടവ് തടയണയുടെ ഭരണാനുമതി മാറിയിട്ടുണ്ട് എന്ന സന്തോഷം നാടിനെ അറിയിക്കുന്നതിൽ അഭിമാനമാണുള്ളത്. ഏറെ വൈകാതെ തന്നെ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നമുക്ക് കടക്കാനാകും. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു നിലയിലും കേരളത്തിലെ ഗവൺമെൻറ് മടിച്ചോ മാറിയോ നിൽക്കുകയല്ല. അഭിമാന പുരസരം ഈ നാടിൻ്റെ ആവശ്യങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നത് നമുക്ക് കാണാനാകും. മുണ്ടോർച്ചിക്കടവ് തടയണ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലുമ്പലിമംഗലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ സുദീർഘമായ കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇത്തരമൊരു പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ചു എന്ന സന്തോഷം നാടിനെ അറിയിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.